ഈ സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫിനെ എനിക്ക് തോന്നുന്നൊരു 10, 12, 13 വയസ്സുള്ള കുട്ടികൾ അവരുടെ പേരൻസിൻ്റെ എതിരാണേലും ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ്. ആ മാധ്യമത്തിൽ മോട്ടിവേഷൻ മൂക്കുത്തി, അതിലെ ടാഗ് ലൈൻ തന്നെ ടോക്സിക് മോട്ടിവേഷൻ എന്നാണ്. ഈ ടോക്സിക് മോട്ടിവേഷൻ എന്താണ് ശരിക്കും മൂക്കുത്തി ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ചുകൂടി വെറൈറ്റി ആയി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഈ വെറൈറ്റി എന്ന് പറയുന്നത് ആളുകളെ മോശം ബാഡ് വേർഡ്സ്, അതായത് മലയാളത്തിൽ പറഞ്ഞ തെറി എന്നുള്ള രീതിയിൽ ഇല്ല, ഒരിക്കലും അല്ല, വീഡിയോസിലെല്ലാം തന്നെയും മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന തെറിയാണ്. ഓക്കെ, അപ്പൊ ആ തെറി ഉപയോഗിച്ചിട്ടാണ് ആളുകളോട് മോട്ടിവേഷൻ കൊടുക്കുന്നത്. ഈ അടുത്തിടെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഇതുപോലെ വേദിയിൽ നിന്ന് തെറി വിളിച്ചിട്ട് അയാളെ ആ സ്പോട്ടിൽ ആളുകൾ ഇറക്കി വിട്ടു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ബാഡ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മോട്ടിവേഷൻ എന്ന്, അതിനെങ്ങനെയാണ് നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയാൻ? ചേച്ചി, അതൊരു മിസ്റ്റേക്ക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തെറി വിളിച്ചത് ആ സമൂഹത്തിലായിരിക്കുന്ന ആൾക്കാരെയാണ്. പക്ഷെ ഞാൻ ആരെയും തെറി വിളിക്കൂലേ? ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കണ്ടന്റിൻ്റെ അകത്ത് മാത്രം പറയുന്ന തെറിയാണ്. ഞാൻ ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ആരെയും തെറി വിളിച്ചിട്ടില്ല. ഞാൻ മോട്ടിവേഷൻ ചെയ്യുന്നത് എൻ്റെ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ മോട്ടിവേഷൻ ചെയ്യുന്നത്. ഞാനത് പറയാൻ സമ്മതിക്കാത്തത്, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ ഇടയ്ക്ക് കയറുന്ന ഒറ്റ കാര്യം, ഈ പറയുന്ന ടോക്സിക് മോട്ടിവേഷൻ കൊണ്ട് ഇപ്പൊ ലൈഫിൽ ഒരു പ്രശ്നത്തിൽ വന്നിരിക്കുകയാണ്. അയ്യോ, തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് ഇന്നലെ എന്നോട് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് ജീവിതം ഇനി വേണ്ട, ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ് ചേച്ചി എന്ന് പറഞ്ഞ് കരയുന്ന ഒരാളെയാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ മോട്ടിവേഷൻ, എങ്ങനെയാണ് പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക്, അതായത് ഈ പറയുന്ന ബാഡ് വേർഡ്സ് കൊണ്ടാണ് ഇത് ഉണ്ടായത്? ചേച്ചി, അതെന്താ കാര്യം അറിയോ? ഞാൻ വളർന്നു വന്ന സാഹചര്യം വളരെ മോശമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്കൊരു നല്ല കാലം, ഒരാൾക്കൊരു ചീത്തക്കാലം ഉണ്ട്, ഒരു നല്ല കാലം ഉണ്ട്. അപ്പൊ എൻ്റെ ആ ചീത്തക്കാലം മാറി എനിക്കൊരു നല്ല കാലം വന്നു എന്നെനിക്ക് തോന്നി. അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ഡൗൺ എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവരും കൂടെയും എന്നെ അത്രയും കാലം സ്നേഹിച്ചവരെല്ലാവരും കൂടെയും ഞാൻ പോലും അറിയാത്ത കുറേ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളിൽ എന്നെ അടിച്ച് താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എല്ലാവരും നിന്ന് ഒരു വട്ടത്തിൽ ഇങ്ങനെ സമൂഹം മൊത്തം എനിക്കെതിരായി ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് പേഴ്സണലി എൻ്റെ ലൈഫിൽ എനിക്ക് നല്ലോണം അത് പ്രശ്നമായി. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എത്തിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ചേച്ചിക്ക് എൻ്റെ അക്കൗണ്ട് കണ്ടാൽ തന്നെ അറിയാം, ഞാൻ അങ്ങനെ ആരെയും പേഴ്സണലായിട്ട് ഹേറ്റ് ചെയ്യാൻ പോകാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ മോട്ടിവേഷൻ ചെയ്യണത് എൻ്റെ ഇഷ്ടമാണ്, അത് കാണാൻ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട്. അത് ലൈഫിൽ കമ്പയർ ചെയ്ത് അവരുടെ ലൈഫ് ഹാപ്പി ആക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. എൻ്റെ മോട്ടിവേഷൻ വീഡിയോ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് കുഞ്ഞു കുട്ടികൾ മാത്രമൊന്നുമല്ല, ഒരുപാട് വലിയ ആൾക്കാരും ഉണ്ട്. ഇതിലൊരു കാര്യമുണ്ട്, അതായത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, 18 അല്ലെങ്കിൽ ഒരു 13-14 വയസ്സ് മുതലുള്ള കുട്ടികളാണ് ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർക്ക് ഈ പറയുന്ന ബാഡ് വേർഡ്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ തെറി ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് എന്തോ നമ്മൾ ഭയങ്കര വലിയ സംഭവമായി, ഞാൻ നിന്നെ തെറി വിളിക്കുന്ന അത്ര ആയി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലൊരു മെസ്സേജും കൂടെ സ്പ്രെഡ് ചെയ്യുന്നില്ലേ? ഇല്ലല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടൊന്നുമില്ല. ഇതിപ്പോ നമ്മുടെ കേരളത്തിൽ ഈ 3.5 കോടി ജനങ്ങളും തെറി വിളിക്കാത്ത ഒരു മനുഷ്യന്മാർ വലിയ കേരളത്തിലല്ലോ. എല്ലാവരും എത്ര വലിയ പൈസക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും തെറി എന്തായാലും പറഞ്ഞിരിക്കും. അത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റില്ലെങ്കിൽ മനുഷ്യന്മാരല്ലേ ചേച്ചി പറയാതിരിക്കുമോ? അത് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പറഞ്ഞോളൂ. എനിവൈസ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ തെറി വിളിച്ചാൽ പോലും ഞാൻ ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിട്ടില്ല. പക്ഷെ തെറി വിളിക്കേണ്ട സാഹചര്യങ്ങളിൽ ഒരാളെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ ആരെയും ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പോത്ത ഒരാളാണ്. അപ്പൊ ഇങ്ങോട്ടേക്കായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ തിരിച്ച് ചോദിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതും ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പകയോ വിദ്വേഷമോ ദേഷ്യമോ ഒന്നും വെക്കുന്ന ഒരാളുമല്ല. അതങ്ങനെ പറയും, എന്നെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും, അതവിടെ കഴിഞ്ഞു, ഞാനത് വിട്ടു. പിന്നെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ മനസ്സിൽ വെച്ച് പകയാക്കി മാറ്റാനോ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നുള്ള നിലയിൽ കണ്ടന്റ് ചെയ്യുകയാണ് നമ്മൾ. ഈ കണ്ടന്റ് പലർക്കും പല രീതിയിലാണ് ഹിറ്റ് ചെയ്യുന്നത്. പലര് ഡാൻസ് ചെയ്യും, പാട്ട് ചെയ്യും, പിന്നെ കണ്ടന്റ് നല്ല വെറൈറ്റി കണ്ടന്റ് ചെയ്യും. ചിലവർ വേഷം കെട്ടിയിട്ട്, അതായത് പല വിധത്തിൽ ചെയ്യും. എല്ലാം ഈ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അതിനകത്ത്. പിന്നെ ഇതിനകത്ത് കണ്ടന്റിലൂടെ ഇവർക്ക് കിട്ടുന്ന ഈ പ്രൊഫൈൽ ബിൽഡിങ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കൊളാബ് വരും. നിങ്ങളുടെ പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഇത് തുടക്കം തന്നെയും ഈ തെറി തന്നെ പറഞ്ഞു തന്നെയായിരുന്നു അത് തുടങ്ങിയത്? അതെ, തീർച്ചയായിട്ടും. എന്തായിരുന്നു ഫസ്റ്റ് കണ്ടന്റ്? എങ്ങനെയാണ് അത് ഇട്ടത്, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് കണ്ടന്റ് ഞാൻ ഈ വെല്ലുവണ്ടിയൊക്കെ ഓടിക്കാൻ പോയിരുന്നു. ഡ്രൈവറായിട്ട് കുറച്ചെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ മുതലാളിയാണെങ്കിൽ എനിക്ക് തരാനുള്ള ഒരു 2-3 മാസത്തെ സാലറി ഡിലേ ആയി കിടക്കുക. അപ്പോൾ ഒരു ദിവസം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ എൻ്റെ മുഖത്തേക്ക് തെറിയൊക്കെ വിളിച്ച്
നമുക്കൊന്നും തിരിച്ച് പറയാൻ പറ്റില്ലാത്ത രീതിയിൽ അയാള് എല്ലാവരും മുന്നിൽ വെച്ച് പുള്ളിക്കാരന്റെ വർക്കേഴ്സിന്റെ മുന്നിൽ വെച്ച് എന്നെ തെറി വിളിച്ചു. അപ്പൊ എനിക്ക് അത് നല്ലോണം വിഷമമായി. നമ്മളിപ്പോൾ സാധാരണക്കാരനെ തിരിച്ചു പറയാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയപ്പോ. അപ്പൊ ഞാൻ എന്റെ ഈ ഫ്രസ്ട്രേഷൻ കയറി തീർത്ത് എന്റെ വണ്ടിയുടെ ഉള്ളിൽ എല്ലാ 2 ജനലും അടച്ചിട്ടിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ബുദ്ധിമുട്ട് ആരോട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ ഫോൺ എടുത്തു വെച്ച് ക്യാമ്പിന്റെ ഫ്രണ്ടിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നി എൻ്റെ ഒരു സിറ്റുവേഷൻ കുറച്ച് പേര് അറിഞ്ഞോട്ടെ എന്നുള്ളൊരു മൈൻഡിൽ മാത്രം ഞാൻ അങ്ങനെ ആ വീഡിയോ അപ്ലോഡ് ആക്കി. ഏകദേശം 2-3 മില്യൺ അങ്ങാണ്ട് ആൾക്കാർ കണ്ടു അത് വീഡിയോ. പിന്നെ ആൾക്കാരെ ഏറ്റെടുക്കാൻ വേണ്ടി തുടങ്ങി. ആ ഒറ്റ വീഡിയോ തന്നെ ഏകദേശം ഒരു 10-12K ഫോളോവേഴ്സ് കണ്ട് കയറിയായിരുന്നു. ആ വീഡിയോയിൽ എന്തായിരുന്നു ആദ്യം പറഞ്ഞത്? മ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. തെറിയാണോ? തെറി മ്യൂട്ട് ചെയ്താൽ മതി. തെറി ഞാൻ ഓർക്കണില്ല. അല്ല, തെറി വേണ്ട. എന്തായിരുന്നു കോർ കണ്ടന്റ്? ശരിക്കും ഞാൻ ഓർക്കുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാണ് ആ പറയുന്ന ഫസ്റ്റ് വീഡിയോ. ഈ വീഡിയോയിൽ മുടിയൊക്കെ വല്ലാണ്ടായി ഈ പറയുന്ന ആ വണ്ടിക്കകത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്താന്ന് പറയുന്നത്. അന്നേരത്തെ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഉണ്ടായ ഒരു സംഭവം, ഇൻസിഡന്റ് ആണ് ശരിക്കും. ഇൻസിഡന്റ് ആണ്. അപ്പൊ ഏകദേശം ഒരു എത്ര മാസമായി കാണും? 8 മാസമായി കാണും. 8 മാസം. അങ്ങനെയാണ് ശരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്ന തന്നെ ആ ഒരു വീഡിയോ കൊണ്ട് തന്നെ ഉള്ളത് പറയല്ലോ. ജീവിതം ഭയങ്കര ശോകമായിരുന്നു. എൻ്റെ ലൈഫ് മൊത്തം ഒരു എന്താ പറയാ, ഒരു സാധാരണക്കാരനെ ചിന്തിച്ചു പോലും നോക്കാൻ പറ്റാത്ത ലെവലിൽ അത്രയും ഡൗൺ ആയി കിടന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്താ പറയാ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ തന്നെ തെറി വിളിക്കാത്തതായി വളരെ ചുരുക്കം പേരുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ തെറിവിളി ഒരു വലിയ കാര്യമല്ലല്ലോ. മൂക്കുത്തിയുടെ ജീവിതത്തിലേക്ക് ഞാൻ വരാം. പക്ഷെ ഈ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ടുള്ള സന്തോഷം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് പോകുകയും ലൈഫേ വേണ്ടാന്ന് വെക്കുകയും ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിട്ടുണ്ട്. ആ സീനിന് ഇതൊരു കാരണമായിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എന്നോടൊന്ന് പറയാവോ, എന്തായിരുന്നു? തീർച്ചയായിട്ടും. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ശത്രുക്കളെ നമുക്ക് വേണമെങ്കിൽ സ്നേഹിക്കാൻ പറ്റും, അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവരെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ശത്രുക്കളെ. ഓക്കെ, പക്ഷെ ഒരിക്കലും നമ്മളെ മിത്രങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഓക്കെ, വിശ്വസിച്ച് കൂടെ നിന്ന് കഴിയുമ്പോൾ ലാസ്റ്റ് താങ്ങി തന്നിട്ടുള്ള അമ്മമാരായിരിക്കും. അങ്ങനെയൊക്കെയാണ്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെന്ന് കയറുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആരുമായിട്ടും, പ്രത്യേകിച്ച് എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ആരുമായിട്ട് ഇൻട്രാക്ട് ആക്കാൻ പോകാറില്ല. കുറച്ചങ്ങ് കഴിഞ്ഞ് കുറച്ച് നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് അങ്ങനെ വന്ന വളരെ ചുരുക്കം വിരലെണ്ണാൻ ഭാഗത്തിന് വന്ന കുറച്ച് നല്ല കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. ഇപ്പം ആ കൂട്ടുകാരന്മാരിൽ പകുതിയോളം പേരിൽ ഞാൻ മിണ്ടാറുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിൽ മിണ്ടായിരിക്കണം. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഫ്രണ്ട്സിനെ നിന്ന് ക്യാഷും കാര്യങ്ങളും ചോദിക്കാറുണ്ട്, മേടിക്കാറുണ്ട്, തിരിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെയും ഈ പറയുന്ന ഷസാമിൻ്റെയും പറയുന്ന വിക്കിയുടെയും ഇഷ്യൂസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഷസാമുമായിട്ടുള്ള ഇഷ്യൂ? ചേച്ചി, ഷസാമായിട്ടുള്ള ഇഷ്യൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് സത്യം പറഞ്ഞാൽ. ഞാൻ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയോ നല്ല കണ്ടന്റ് ആയതുകൊണ്ട് ആൾക്കാരിലേക്ക് ഒരുപാടായിട്ട് ഷെയർ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5 മില്യൺ സംതിങ് റീച്ച് ആയ വീഡിയോക്ക്. അപ്പോൾ ഷസാമിന്റെ ഫീഡിൽ അങ്ങോട്ട് കിടന്ന ആ വീഡിയോ ഇവനെടുത്ത് വളരെ ഫണ്ണാന്നുള്ള രീതിയിൽ തന്നെ ഇവൻ ആ വീഡിയോ റിയാക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി എന്നെ സംബന്ധിച്ച് ചേച്ചിക്ക് അറിയാം, എനിക്ക് അങ്ങനെ ഒത്തിരി ഫോളോവേഴ്സ് ഒന്നുമില്ല. 100K പോലും റീച്ച് ആയിട്ടില്ല, വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഇങ്ങനെ ഒരാള് പുള്ളിയുടെ രീതിയിൽ വളരെ ഫണ്ണായിരിക്കാം, പക്ഷെ പുള്ളിയെ റിയാക്ട് ചെയ്ത ആ ഒരു രീതി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. എന്താ പറയുക, ഒന്ന് അടിച്ച് താഴ്ത്തണം, ഇവൻ എന്താണ് ഒട്ടും ഇതല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ ഒന്നും അല്ലാത്ത രീതിയിൽ ഒരുമാതിരി കൊച്ചാക്കവും കളിയാക്കവും ചെയ്യുന്ന രീതിയിൽ ഇത്രയും സമൂഹത്തിന്റെ മുന്നിൽ ഏകദേശം അവന്റെ സ്റ്റോറി വ്യൂസ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6-7 ലക്ഷം പേരെങ്കിലും കാണുമായിരിക്കും ഏകദേശം മിനിമം. ഓക്കെ, അപ്പോ അത് അത്രയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആദ്യമേ വളരെ സന്തോഷമായിരുന്നു. എനിക്ക് നല്ല റെസ്പെക്ട് ഉണ്ടായിരുന്നു ആ മനുഷ്യനോട്. കാരണം ഞാൻ ആദ്യകാലത്ത് ഇട്ടുകൊണ്ടിരുന്ന വീഡിയോയിൽ ഏകദേശം 8 മില്യൺ അങ്ങോട്ട് കയറിയ വീഡിയോക്കകത്ത്, മോട്ടിവേഷൻ വീഡിയോക്കകത്ത് ഇയാളെ വന്ന് കമന്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. ഷസാം ബ്രോ വന്ന് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഇട്ടിരുന്നതെന്ന് നോക്കുന്നുണ്ടോ? ഒരു 6-7 മാസമായി തോന്നുന്നു. അപ്പൊ അത് ഈ പുള്ളി എന്റെ ആ ആദ്യകാല വീഡിയോയിൽ കമന്റ് ബോക്സിൽ ചിരിക്കുന്നേയും ലവ് ചിഹ്നം തരുന്നേയും കമന്റ് അത്രയും ക്രോപ്പ് ചെയ്തെടുത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് യൂട്യൂബർ അവന്റെ യൂട്യൂബിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ട്രോൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം അതിന് ഒരു 1 lakh മേളിൽ വ്യൂസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനും അങ്ങനെ കണ്ടത്. എല്ലാവർക്കും അറിയാം കാര്യങ്ങളും സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും അറിയാം, എന്താണ് ഈ റീസണും കാര്യങ്ങളെന്നൊക്കെ എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞ ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അങ്ങനെ ആരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യാനോ ഹേർട്ട് ചെയ്യാനോ ഞാൻ വീഡിയോ ചെയ്യുന്നൊരു മനുഷ്യനല്ല. എൻ്റെ കോണ്ടന്റ് ടോക്സിക് മോട്ടിവേഷൻ ആണ്. സോ അതിൽ ബേസാണ് ഞാൻ പോകുന്നത്. ഞാൻ അങ്ങനെ ആരെയും പേഴ്സണലായിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടി പോകാറില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന കോണ്ടന്റുകൾ ഇഷ്ടപ്പെടാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഈ പറയുന്ന സായിപ്പ്, തൊപ്പി, ഇവരൊക്കെ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സായിപ്പ് എൻ്റെ ഫ്രണ്ടാണ്, പേഴ്സണലി ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് അറിയാം. തൊപ്പിയായിട്ട് എനിക്ക് അങ്ങനെ ഇൻട്രാക്ഷൻ ഇല്ലെങ്കിൽ പോലും ഈ പറയുന്ന അച്ചായനും മാക്കും അവരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എനിക്ക്. അങ്ങനെയായിട്ട് തൊപ്പി കോൺടാക്ട് ഉണ്ട്.
അപ്പോൾ എൻ്റെ വീഡിയോ അവർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. തൊപ്പി തന്നെ പറയുന്നുണ്ട്, തൊപ്പിയുടെ ലൈവ് സ്ട്രീമിൽ റിയാക്ട് ചെയ്യുന്ന നേരത്തെ ഡിസ്കോഡിൽ എൻ്റെ വീഡിയോ ഉണ്ടാവും പറയുന്നുണ്ട്, ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട്, ഇവന്റെ മോട്ടിവേഷൻ അടിപൊളിയാണ്, നൈസാണെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ സമൂഹം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണെന്ന്, ഞാൻ പറയുന്ന കാര്യം ഞാൻ തെറി പറഞ്ഞാൽ പോലും, ഇവൻ എൻ്റെ കണ്ടന്റിൽ തെറി ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ഒരു സെൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന്.